ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പോൾ വേട്ടയൻ സിനിമയുടെ ട്രെയിലർ, അതായത് പ്രിവ്യൂ, പുതിയ പേരാണ്. എന്താ പറയുക, രാവിലെ നമ്മുടെ അനിരുദ്ധ് ഒരു ചെറിയൊരു മാസ് ബോംബ് പൊട്ടിച്ചിട്ട് പോയി. ഇപ്പോൾ അതിൻ്റെ ഓഡിയോ ലോഞ്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സൺ ടി വിയിൽ തന്നെ ലൈവായിട്ട് അവർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ട്രെയിലർ വന്നിട്ട് സൺ ടി വിയിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് എവിടെയെങ്കിലും ചെറിയൊരു ഭാഗത്ത് മാത്രമേ നമുക്കിത് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം അവന്മാർ എങ്ങനെ പോയാലും നമുക്ക് കോപ്പിറൈറ്റ് അടിക്കും. അപ്പം അത് കുറച്ച് ഡേഞ്ചറാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തലൈവർ, ബിഗ് പി, അമിതാഭ് ബച്ചൻ, ഫാഫ, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഉണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ വേട്ടയൻ, എങ്ങനെയാണ് അതിൻ്റെ ട്രെയിലർ പോകുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ 1.38 സെക്കൻഡ്, അപ്പോൾ ടീസറാണെന്ന് തോന്നുന്നു അല്ലേ. എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. Do you know who these officers are? Renowned encounter specialists, sir. இந்த நாட்டில் லட்சக்கணக்கான போலீஸ் ஆஃபீஸர்ஸ் இருக்கும்போது இவங்கள மட்டும் அடையாளம் தெரியுது. How is it possible? மோஸ்ட் டேஞ்சரஸ் கிரிமினல்ஸை தைரியமாக என்கவுண்டர் பண்ணதால இவங்க ஹீரோஸாக இருக்காங்க. புதுசாக ஒரு பணி எடுக்க முடியல. ஒரு பொருளை கைமாற்ற கூப்பிட்டா ஒரு பேர் வர மாட்டேங்கானுவோ. நமக்கு தான் எஸ்பிங்க பேர்ல ஒரு எமன் வந்திருக்கான்ல. நம்ம ஊர்ல 4 பப்ளிக்கை கொலை பண்ணா அந்த எஸ்பியை டிரான்ஸ்ஃபர் அடிப்பானுவல்ல. So, என்கவுண்டர்ங்கிற பேர்ல கொலை பண்றது தான் ஹீரோயிசம். Is it? என்கவுண்டருங்கிறது குற்றம் செஞ்சவங்களுக்கு கொடுத்த தண்டனை மட்டும் இல்லை, இனிமே இந்த மாதிரி குற்றம் நடக்கக்கூடாதுங்கிறதுக்கு எடுக்கிற முன்னெச்சரிக்கை நடவடிக்கை. ഒക്ടോബർ 10. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഫുൾ താരനിര തന്നെയുണ്ട്. മലയാളത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് പേരെ കാണാൻ പറ്റുന്നുണ്ട്. വളരെ സന്തോഷം. പിന്നെ എന്താ പറയുക, എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റാണ്. പിന്നെ എടുത്തു പറയേണ്ട ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നിട്ട് നമ്മുടെ അനിരുദ്ധ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കോംബോ നമ്മൾ ഇതിന് മുന്നേ കണ്ടതാണ് നമ്മുടെ ജയിലറിൽ. അപ്പോൾ ഏറെക്കുറെ പടത്തിനെ ഇനി കൊണ്ടുപോകാൻ പോകുന്നത് ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. പിന്നെ സ്റ്റോറി എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്കിനി വഴിയെ നമുക്ക് പടം ഇറങ്ങുമ്പോൾ അറിയാൻ പറ്റും. ഇനി ഇതിനൊരു ട്രെയിലർ ഉണ്ടാവോ എന്നറിയില്ല. പക്ഷേ ഇത് തന്നെ മതി നമുക്ക് എന്താ പറയുക, അത് കഥ എങ്ങോട്ടാണ്, എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ ഒക്കെ നമുക്ക് ഈ ഒരു പ്രിവ്യൂ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒക്ടോബർ 10-നാണ് സിനിമ ഇറങ്ങുന്നത്. ഒക്ടോബർ 10-ന് മറ്റേ പടം മാറ്റി വെച്ചല്ലേ, കങ്കുവ. ഓക്കെ, അപ്പോൾ വൻ ഹിറ്റ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം.